1 ദിനവൃത്താന്തം 5-ാം അധ്യായം. ഇസ്രായേലിൻ്റെ ആദ്യജാതനായ രൂബേൻ്റെ പുത്രന്മാർ. അവനല്ലോ ആദ്യജാതൻ. എങ്കിലും അവൻ തൻ്റെ പിതാവിൻ്റെ ശയ്യെ അശുദ്ധമാക്കിയതുകൊണ്ട് അവൻ്റെ ജ്യേഷ്ഠാവകാശം ഇസ്രായേലിൻ്റെ മകനായ യോസഫിൻ്റെ പുത്രന്മാർക്ക് ലഭിച്ചു. വംശാവലി ജ്യേഷ്ഠാവകാശപ്രകാരം എണ്ണുവാനുള്ളതല്ല. യഹൂദ തൻ്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. ജ്യേഷ്ഠാവകാശമോ യോസഫിന് ലഭിച്ചു. ഇസ്രായേലിൻ്റെ ആദ്യജാതനായ രൂബേൻ്റെ പുത്രന്മാർ ഹാനോക്ക്, പല്ലു, ഹെസ്രോൻ, കർമ്മി. യോവേലിൻ്റെ പുത്രന്മാർ അവൻ്റെ മകൻ ശെമരിയാവ്, അവൻ്റെ മകൻ ഗോഗ്, അവൻ്റെ മകൻ ഷിമയി, അവൻ്റെ മകൻ മീക, അവൻ്റെ മകൻ രയയാവ്, അവൻ്റെ മകൻ ബാൽ, അവൻ്റെ മകൻ ബെയോര. അവനെ അശൂർ രാജാവായ തിഗ്ലത് പിലേസർ ബെത്തനാക്കി കൊണ്ടുപോയി. അവൻ രൂബേന്യരിൽ പ്രഭുവായിരുന്നു. അവരുടെ വംശാവലി തലമുറയെ എഴുതിയിരുന്ന പ്രകാരം കുലംകുലമായ അവൻ്റെ സഹോദരന്മാർ ആരെന്നാൽ തലവനായ യെയിയേൽ, സെക്കരിയാവ് അരോവേരിൽ നെബോവും ബാൽ മെയ്യോനും വരെ പാർത്ത ബേല. അവൻ യോവേലിൻ്റെ മകനായ ഷേമയുടെ മകനായ ആസാസിൻ്റെ മകനായിരുന്നു. അവരുടെ കന്നുകാലികൾ ഗിലെയാദ് ദേശത്ത് പെരുകിയിരുന്നതുകൊണ്ടും അവർ കിഴക്കോട്ട് ഫ്രാത്ത് നദി മുതൽ മരുഭൂമി വരെ പാർത്തു. ശൗലിൻ്റെ കാലത്ത് അവർ ഹഗ്രിയരോട് യുദ്ധം ചെയ്തു. അവർ അവരുടെ കൈയാൽ പട്ടുപോയ ശേഷം അവർ ഗിലെയാദിന് കിഴക്ക് എല്ലായിടവും കൂടാരം അടിച്ചു പാർത്തു. ഗാദിൻ്റെ പുത്രന്മാർ അവർക്കെതിരെ ബാശാൻ ദേശത്ത് സൽക്ക വരെ പാർത്തു. തലവനായ യോവേൽ, രണ്ടാമനായ ഷാഫാം, യനയായി, ബാശാനിലെ ഷാഫാത്ത്. അവരുടെ പൃഥുഭവനത്തിലെ സഹോദരന്മാർ മിഗായേൽ, മെഷുല്ലാം, ഷേബ, യോരായി, യക്കാൻ, സീയ, ഏബർ, ഇങ്ങനെ 7 പേർ. ഇവർ ഹൂരിയുടെ മകനായ അബീഹേലിൻ്റെ പുത്രന്മാരായിരുന്നു. ഹൂരി യരോഹയുടെ മകൻ, അവൻ ഗിലെയാദിൻ്റെ മകൻ, അവൻ മിഖായേലിൻ്റെ മകൻ, അവൻ യശീഷയുടെ മകൻ, അവൻ യഹദോവിൻ്റെ മകൻ, അവൻ ബൂസിൻ്റെ മകൻ, ഗൂനിയുടെ മകനായ അബ്ദിയേലിൻ്റെ മകൻ അഹി അവരുടെ പൃഥുഭവനത്തിൽ തലവനായിരുന്നു. അവർ ഗിലെയാദിലെ ബാശാനിലും അതിനുൾപ്പെട്ട പട്ടണങ്ങളിലും അവരുടെ അതിരുകളോളം ഷാരോനിലെ എല്ലാ പുൽപ്പുറങ്ങളിലും പാർത്തു. അവരുടെ വംശാവലിയൊക്കെയും യഹൂദ രാജാവായ യോഥാമിൻ്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യൊരെബെയാമിൻ്റെ കാലത്തും എഴുതിയിരിക്കുന്നു. രൂബേന്യരും ഗാദ്യരും മനുഷ്യയുടെ പാതിഗോത്രക്കാരും ശൂരന്മാരും വാളും പരിചയമെടുപ്പാനും വില്ലുകൊല ചെയ്യുവാനും പ്രാപ്തിയുള്ളവരും യുദ്ധസാമർഥ്യമുള്ളവരുമായ പടച്ചേവകർ 44,760 പേരുണ്ടായിരുന്നു. അവർ ഹഗ്രിയരോടും യദൂർ, നാഫിഷ്, നോദാബ് എന്നിവരോടും യുദ്ധം ചെയ്തു. അവരുടെ നേരെ അവർക്ക് സഹായം ലഭിക്കയാൽ ഹഗ്രിയരും കൂടെയുള്ളവരെല്ലാവരും അവരുടെ കയ്യിലാകപ്പെട്ടു. അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ചു. അവനിൽ ആശ്രയം വെച്ചതുകൊണ്ട് അവൻ അവരുടെ പ്രാർത്ഥന കേട്ടരുളി. അവൻ 50,000 ഒട്ടകം, 2,50,000 ആട്, 2,000 കഴുത എന്നിങ്ങനെ അവരുടെ കന്നുകാലികളെയും 1,00,000 ആളുകളെയും പിടിച്ചുകൊണ്ടുപോയി. യുദ്ധം ദൈവഹിതത്താൽ ഉണ്ടായതുകൊണ്ട് അധികം പേർ ഹതന്മാരായി വീണു. അവർ പ്രവാസകാലം വരെ അവർക്ക് പകരം പാർത്തു. മനുഷ്യയുടെ പാതിഗോത്രക്കാർ ദേശത്ത് പാർത്തു. ബാശാൻ മുതൽ ബാൽ ഹെർമോനും സെനീരും ഹെർമോൻ പർവ്വതവും വരെ പെരുകി പരന്നു. അവരുടെ പൃഥുഭവനങ്ങളുടെ തലവന്മാരാവിത്, ഏഫർ, യിഷി, എലിയേൽ, അസ്തിയേൽ, ഇരമ്യാവ്, ഹോദബ്യാവ്, യഹദിയേൽ. ഇവർ ശൂരന്മാരും ശ്രുതിപ്പെട്ടവരും തങ്ങളുടെ പൃഥുഭവനങ്ങൾക്ക് തലവന്മാരുമായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു. ദൈവം അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞ ദേശത്തെ ജാതികൾ ദേവന്മാരോട് ചേർന്ന് പരസംഗമായി നടന്നു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവം അശൂർ രാജാവായ പൂലിൻ്റെയും അശൂർ രാജാവായ തിഗ്ലത് പിൽനേസറിൻ്റെയും മനസ്സുണർത്തി. അവർ രൂബേന്യരെയും ഗാദ്യരെയും മനുഷ്യരുടെ പാതിഗോത്രത്തെയും പിടിച്ച് ഹലഹിലേക്കും ഹാബോരിലേക്കും ഹാരയിലേക്കും ഗോസാൻ നദീതീരത്തേക്കും കൊണ്ടുപോയി. അവിടെ അവർ ഇന്നുവരെയും ഇരിക്കുന്നു.